നീ ഇവിടെ എന്തെടുക്കേടാ? എന്തോ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നേ? അപ്പാ, ഇത് വിദ്യാമ്മ എനിക്ക് സമ്മാനിച്ച ശ്രീചക്രം. അപ്പാ, അത് വീട്ടിലുണ്ടെങ്കിൽ രോഗപീഠയും ശത്രുദോഷവും ഒന്നും ഉണ്ടാവില്ലെന്ന് വിദ്യാമ്മ എന്നോട് പറഞ്ഞായിരുന്നു. അതൊക്കെ വെറുതെയാടാ. ഒരു വെറുതെയില്ല. ഈ ശ്രീചക്രം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ടാ? ഇനിയിപ്പോ ബുദ്ധിമുട്ട് തോന്നിയാലും നീ അതൊന്നും കാര്യാക്കാൻ പോണ്ട. തുറച്ചു നോക്കണ്ട. ഇതുവരെ നിങ്ങളുടെ ആഗ്രഹവും തോന്നിയാസൊക്കെ അല്ലേ ഈ വീട്ടിൽ നടന്നത്. ഇനി ഇവന്റെ ആഗ്രഹങ്ങളും കൂടി നടക്കട്ടെ. എന്തായാലും ഇതൊരു നല്ല കാര്യല്ലേ. ശ്രീചക്രം വീട്ടിലുണ്ടെങ്കിലേ ഐശ്വര്യം താനേ എത്തിച്ചേരുമെന്നാ ഞാനും കേട്ടിട്ടുള്ളത്. അമ്മയുടെയും മോന്റെയും ആഗ്രഹം അതാണെങ്കിൽ പിന്നെ ഞാൻ എതിര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എതിര് പറയാതിരുന്ന അച്ഛനും കൂടിയാ അതിന്റെ ഗുണം. ഇതെന്റെ 2ാം ജന്മോ. ഇനിയെങ്കിലും ഈ വീട്ടില് നല്ല കാര്യങ്ങൾ സംഭവിക്കണം. അതാ എന്റെ പ്രാർത്ഥന. ദേ, നിങ്ങളോടും കൂടിയാ പറയുന്നേ. ആയിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാനും ജീവിച്ചോളാം. എന്താ പോരെ? കണ്ടോ അമ്മേ, ഇതിവിടെ വെച്ചേ ഉള്ളൂ, അപ്പൊ തന്നെ ഓരോരുത്തർക്ക് വരണ മാറ്റം കണ്ടില്ലേ? ആ കേട്ടോ അമ്മേ, വിദ്യാമ്മ ഇത് തന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ ശ്രീചക്രം ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അമൂല്യ സ്വത്ത് തിരിച്ചു കിട്ടൂന്നും പറഞ്ഞു. അങ്ങനെയും അവര് പറഞ്ഞോ? അതെന്താ മോനെ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത്? അതെന്താന്ന് ചോദിച്ചിട്ട് വിദ്യാമ്മ പറഞ്ഞില്ലമ്മേ. അത് വന്നു ചേരുമ്പോ അറിയുന്നതാ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നിർബന്ധിച്ച് ചോദിക്കാനൊന്നും പോയില്ല. എന്റെ പൊന്നു മോളെ, മോളെ എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? ദേവി, എന്താ എന്റെ മോൾക്ക് ഇങ്ങനെ അസുഖം കൂടെ? മോളെ 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 ഒന്നുമില്ല എന്റെ മോക്ക്. വേണ്ട. ശരിയാ മോളെ, മോള് തോന്ന് തൊട്ടു നോക്ക്, എന്നിട്ട് മഹാദേവനെ മനസ്സിൽ ധ്യാനിക്ക്. അച്ഛാ, ശതാക്ഷരി സ്വാമി എനിക്ക് തന്ന ശിവരൂപ എവിടെ? അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ മോളെ?